Let us put our hands together and welcome Pastor Roy Markara. Thank you, Lord. Please, Pastor. Praise God. Hallelujah. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയിൽ ഓസ്ട്രേലിയ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കോൺഫറൻസിൽ എൻ്റെ യാത്രയുടെ അവസാനത്തെ കോൺഫറൻസിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷ I want to extend my heartfelt thanks to my dear brother Tony and also the coordinating committee of the AUPC who have been responsible of me being here since the time when I arrived in this country. And thank you so much for the hospitality. Thank you so much for having me come to this place. And thank you for giving me this opportunity and the privilege to be a witness of Jesus in this country. And God continue to bless each one of you. Praise God. അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ ഗീതങ്ങൾ പാടി നമ്മെ ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ നമ്മെ ആരാധനയുടെ അതിൻ്റെ മനോഹാരിതയിലേക്ക് നയിച്ച അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ അവരോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ മീഡിയ ടീം കൈകാര്യം ചെയ്യുന്നവർ, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, സ്നേഹിതന്മാർ പലരും ഇതിനകത്തുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. വിശേഷാൽ എൻ്റെ വാത്സല്യ സഹോദരൻ പ്രിയ തോമസ് ഫിലിപ്പ് സാറ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വെച്ച് കുടുംബമായിട്ട് അദ്ദേഹത്തെ കാണുവാൻ സഹായിച്ചു. പല പ്രാവശ്യവും ഞാൻ ന്യൂ ഇന്ത്യ സെമിനാരിൽ പോയി മിഷൻ ചലഞ്ച് ക്ലാസ് എടുക്കാറുണ്ട്. ഇന്ന് അദ്ദേഹത്തെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എൻ്റെ ക്രിസ്തുവിൽ വലിയ ജ്യേഷ്ഠ സഹോദരൻ പ്രിയ പുതുപ്പള്ളി അച്ഛൻ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മറ്റെല്ലാ പ്രിയപ്പെട്ടവർ, എല്ലാവരുടെയും പേര് പറയാൻ പോയി കഴിഞ്ഞാൽ ചിലർ മിസ്സായാലോ എന്ന ഭയത്താൽ പ്രൈസ് ഗാഡ് എൻ്റെ വാത്സല്യ പ്രിയ സഹോദരൻ സോജനും അഞ്ചലയും കുഞ്ഞുങ്ങളും ന്യൂകാസിൽ നിന്ന് കടന്നു വന്നു. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എൻ്റെ വാത്സല്യ സഹോദരൻ പ്രിയ ബിജു സി എക്സ് പാസ്റ്ററുടെ മകനെ ഇവിടെ അദ്ദേഹത്തെ ഈ ഒരു നിലയിൽ ഇത്രയും നല്ലൊരു ലെവലിൽ കണ്ടതിന് വളരെ സന്തോഷം. അനേക പ്രാവശ്യം ഞാൻ ആ സഭയെ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അന്ന് അദ്ദേഹം ബിഗിനറായിരുന്നു, ഇന്ന് അദ്ദേഹം സീനിയറാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുത്ത് പറ്റുമെങ്കിൽ ഒരു പ്രോത്സാഹനം കർത്താവിന്റെ നാമത്തിൽ കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കം ഓൺ. വിശേഷാൽ ഇന്നത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ച പ്രിയ ബെന്നി പാസ്റ്റർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ ദൂരെ നിന്നും ദൃശ്യ മാധ്യമത്തിലൂടെ വ്യത്യസ്ത രീതിയിൽ പങ്കുകൊള്ളുന്ന പ്രിയപ്പെട്ടവർ, കർത്താവ് നിങ്ങളെ ആദരിക്കട്ടെ. ഈ രാജ്യത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രൈസ് ഗോഡ്. അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ആശ്രയവുമായി ഈ രാജ്യത്തെ തുടർന്ന് ദൈവം നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം തിരുവചന ധ്യാനത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. പ്രൈസ് ഗോഡ്. എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ടു മണ്ണിൽ വന്ന കർത്താവേ, നിന്നെ സ്വർഗത്തിൽ നിന്നിഹേ കൊണ്ടു വന്നതോ നിൻ സ്നേഹമേ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നിൻ മുറിഞ്ഞ മാർവിങ്കൽ. तेरा मीठा प्यार और भी जानूंगा जब मैं जाऊंगा आसमान. जब मैं देखूंगा तेरे चेहरे को, तब खुश होंगी मेरी जान. There are depths of love that I cannot know till I cross the narrow sea.
There are heights of joy that I may not reach, till I rest in peace with thee. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious bleeding side. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഈ സന്ധ്യാവേളയിൽ അടുത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി അടിയങ്ങളോട് സംസാരിക്കണമേ. അടിയങ്ങളോട് കർത്താവ് ഇടപെടണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഇന്ന് രാത്രി അവിടുന്ന് വിവേചിക്കണമേ. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കണമേ. ശരീരത്തിൽ ബലഹീനരായി വന്നിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കണം. മനസ്സ് തകർന്നിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി ഞങ്ങളാരും വന്നതുപോലെ കർത്താവെ മടങ്ങിപ്പോകാതെ, ഹല്ലേലൂയ, അവിടുത്തെ സ്പർശനം, സ്വർഗീയ സ്പർശനം അനുഭവിച്ച് സന്തോഷവും സമാധാനവും സൗഖ്യവും ബലവും വിടുതലും പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് ഇടയാക്കണമേ. AUPCയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണമേ. തുടർന്നും കർത്താവെ അങ്ങയുടെ വരവ് താമസിക്കുന്ന അങ്ങയുടെ വരവരെയും ഈ രാജ്യത്ത് അങ്ങയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിപ്പാൻ കർത്താവ് അവരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി അപ്പാ, നന്ദി. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഫോർ അവർ ഷോർട്ട് മെഡിറ്റേഷൻ ഷാൽ വി ടേൺ ടു ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 ആൻഡ് ദ ഫസ്റ്റ് 2 വേഴ്സസ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു വെൽക്കമിങ് ആഹ്വാനമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ പ്രാരംഭ ഭാഗം എന്നുള്ളത് 11-ാം അധ്യായത്തിൻ്റെ ഒരു തുടർക്കഥയാണ്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആകയാൽ therefore, praise God, അവിടെ പറഞ്ഞിരിക്കുന്നത് since we are surrounded by so great a cloud of witnesses around us, let us also run the race that is set before us, looking unto Jesus, who is the author and the perfecter of faith, perfecter of faith, laying aside every weight and every sins that easily besets on us, and let us run the race with consistency and endurance. Praise God. വേദപുസ്തകത്തിലെ വളരെ ചിന്തനീയമായ ഒരു ആലോചനയാണ്. 12-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ 15-ാം അധ്യായത്തിൻ്റെ ഒരു തുടർക്കഥയോടുകൂടിയാണ്. സാക്ഷികൾ വലിയൊരു സമൂഹം. വേദപുസ്തകത്തിൽ സാക്ഷികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സാക്ഷികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കണ്ടതായിരിക്കണം, അല്ലെങ്കിൽ കേട്ടതായിരിക്കണം, അല്ലെങ്കിൽ നേരിട്ടൊരു അനുഭവം ഉണ്ടായിരിക്കണം. അപ്പോസ്തലൻ യോഹന്നാൻ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടറിഞ്ഞതുമായ ജീവൻ സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. യേശു കർത്താവിനോടുള്ള ബന്ധത്തിലാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സാക്ഷ്യം അവിടെ പറയുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ സ്വർഗാരോഹണത്തിന് മുന്നമേ ഒലിവ് മലയിൽ വെച്ച് അവരെ കൂട്ടി അവരോട് സംസാരിക്കുമ്പോൾ
കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ലോർഡ്, ആർ യു അറ്റ് ദിസ് ടൈം ഗോയിങ് ടു റെസ്റ്റോർ ദ കിങ്ഡം ഫോർ ഇസ്രായേൽ? കർത്താവെ, നീ ഈ കാലഘട്ടത്തിലോ ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ കൺസേൺ ടു നോ ദ ടൈം ദാറ്റ് മൈ ഫാദർ ഹാസ് സെറ്റ് ഇൻ ഹിസ് ഓൺ അതോറിറ്റി, ദ ടൈം ആൻഡ് സീസൺ വിച്ച് മൈ ഫാദർ ഹാസ് കെപ്റ്റ് ഇൻ ഹിസ് ഓൺ അതോറിറ്റി. പ്രൈസ് ഗാഡ്. എൻ്റെ പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളോ സമയങ്ങളോ നിങ്ങൾക്കായിട്ടുള്ളതല്ല. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അതിനായിട്ടല്ല നിങ്ങളെ വിളിച്ചത്. പക്ഷെ കർത്താവ് തുടർന്നൊരു കാര്യം പറയുകയാണ്, ബട്ട് വെൻ ദ ഹോളി സ്പിരിറ്റ് ഹാസ് കം അപ്പോൺ യു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ യു വിൽ റിസീവ് ദ പവർ ആൻഡ് യു വിൽ ബി വിറ്റ്നസ്സസ് ടു മീ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എനിക്ക് സാക്ഷികളാക്കുമെന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ പ്രാരംഭത്തിൽ പഴയ നിയമ സാക്ഷികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് രണ്ട് പ്രസക്ത ഭാഗത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നുപോയ ശേഷം പുതിയ നിയമത്തിലേക്ക് സാക്ഷി എന്ന വിഷയത്തിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാമും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. രണ്ട് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഈ ഓട്ടത്തിൽ പാലിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളൊരു പോർക്കളത്തിലാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മളൊരു യുദ്ധക്കളത്തിലാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. പ്രൈസ് ഗാഡ്. മാത്രമല്ല, ഈ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൂ റൺസ് ഫാസ്റ്റർ ദാൻ ദി അതർ. ആരേക്കാൾ വേഗതയിൽ ഓടുന്നു എന്നുള്ളതല്ല, ആരേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നു എന്നല്ല, ആരേക്കാൾ നല്ലതാണ് എന്നതല്ല. പ്രൈസ് ഗാഡ്. പക്ഷെ ഇവിടെ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അവനവന് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാനാണ്. It is not a competitive race, but it is all about, it is not a relay race, but it is all about a marathon race. Praise God. ആരേക്കാൾ വേഗത്തിൽ ഓടുന്നുവെന്നോ ആരേക്കാൾ കൂടുതൽ ഓടുന്നു എന്നുള്ളതല്ല. Praise God. ഈ ഓട്ടത്തിൻ്റെ പ്രത്യേകത, കർത്താവ് നമുക്ക് വിളിച്ചിരിക്കുന്ന അവസാനത്തെ ഒരു വിസിലുണ്ട്. ഇവിടെ കയറി വരുവിനെന്ന ശബ്ദം കേൾക്കുന്നത് വരെ ഈ ഓട്ടം ഓടുക എന്നുള്ളത്. Therefore, there is no retirement nor resignation in this race. ഈ ഓട്ടത്തിൽ ഒരു റിട്ടയർമെന്റുമില്ല, റെസിഗ്നേഷനുമില്ല. കർത്താവിൻ്റെ അന്തിമ വിളി കർത്താവ് നമ്മെ വിളിക്കുന്ന അന്തിമ വിളി കേൾക്കുന്നത് വരെ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഗാഡ്. ഇനി അതിലൊരു പ്രത്യേകത എന്നുള്ളത്, ഈ ഓട്ടം പൂർത്തീകരിക്കേണ്ടത് മഹത്വകരമായിരിക്കണം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പത്രോസിനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി ചോദിക്കുന്ന ഒരു ചോദ്യം, 3 പ്രാവശ്യം 3 ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, ആഫ്റ്റർ ദി റിസറക്ഷൻ ഓഫ് ജീസസ് ആൻഡ് ബിഫോർ ഹിസ് അസെൻഷൻ ടു ഹെവൻ, the Bible says Jesus had appeared to more than 500 people, and in this case the Bible says it was his third appearance to the disciples before he had ascended to heaven. തൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് മുന്നമേ 500-ലധികം പേർക്ക് കർത്താവ് 40 ദിനരാത്രങ്ങളിൽ പ്രത്യക്ഷമായി. അതിൽ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ 3-ാമത്തെ തവണ തിബിരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുകയാണ്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത്യചുരുക്കമായിട്ട് പെട്ടെന്ന് പറയട്ടെ. ഇവരെ പ്രാതൽ കഴിച്ച ശേഷം now Jesus singles out Peter from other disciples. മറ്റ് ശിഷ്യന്മാരിൽ നിന്നും കർത്താവ് പത്രോസിനെ വേറിട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? അന്ന് മാത്രമല്ല, ഇന്നും കർത്താവിന് നമ്മോട് ചോദിക്കാനുള്ളത് ഈ ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നീ ഇവരിലധികമായി, മറ്റുള്ളവരിലധികമായി, ഭാര്യ ഭർത്താവിനേക്കാൾ അധികമായി, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയേക്കാൾ, കുഞ്ഞുങ്ങളെക്കാൾ അധികമായി, ഇതെല്ലാം ലോകത്തിലുള്ള സ്നേഹം എല്ലാം ആവശ്യമാണ്. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഫോർ ദ ലോർഡ്. ഒന്നാമത്തെ സ്ഥാനം
കർത്താവിനായിരിക്കണം. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉടനെ പത്രോസ് പറഞ്ഞു, യെസ് ലോർഡ്, ഐ ലവ് യു. കർത്താവ് ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചു. വീണ്ടും കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? ഉടനെ പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പോഴും കർത്താവ് ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചു. പക്ഷേ മൂന്നാമതും കർത്താവ് ചോദിച്ചു, സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച ആ മൂന്നാമത്തെ ചോദ്യത്തിൽ the Bible says Peter was deeply hurt. Praise God. തൻ്റെ ഉള്ളത്തിൽ പത്രോസിന് വല്ലാത്ത വ്യഥയുണ്ടായി. താൻ കർത്താവിനോട് പറയുന്നുണ്ട്, ലോർഡ്, യു നോ ഹൗ മച്ച് ഐ ലവ് യു ആൻഡ് യു നോ ഓൾ അബൌട്ട് മൈ ലൈഫ്. കർത്താവേ, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ടെന്നും എൻ്റെ ജീവിതത്തിലെ സർവ്വതും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഏറ്റക്കുറച്ചിലും എല്ലാം നീ നന്നായിട്ട് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഐ ടെൽ യു ദ ട്രൂത്ത്, വെൻ യു ആർ എ യങ് മാൻ you girded up your waist and you walked in a way that you wish to, but when you become old you will have to stretch your hand, someone else will gird up your waist and you will be taken to where you do not wish to go, signifying by what manner of death he will glorify the Lord. കർത്താവ് പത്രോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യുവാവായിരുന്നപ്പോൾ നീ നിനക്ക് തന്നെ അരകെട്ടി, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ നടന്നു. പ്രൈസ് ഗാഡ്. എന്നാൽ വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും വേറൊരുത്തൻ നിനക്ക് അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനാൽ അടുത്തത് അടിക്കുറിപ്പിട്ട് അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ അവിടെ പറയുകയാണ്. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്കുള്ള ഒരു സന്ദേശമാണ്. അതിനാൽ താൻ ഇന്നവിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് കർത്താവ് സൂചനയായി പറയുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഗോഡ് വാണ്ട്സ് us to have a glorious ending than how we began. നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മുടെ പൂർത്തീകരണം മഹത്വകരമായിരിക്കണം. പ്രൈസ് ഗോഡ്. വേദവസം പഠിക്കുമ്പോൾ മഹത്വകരമായ അന്ത്യത്തിൽ തങ്ങളുടെ ദൗത്യങ്ങളെ പൂർത്തീകരിച്ച അനേക ഭക്തന്മാരെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. On the other side, the Bible also reminds us about certain characters who had a terrible and disastrous ending. അതായത് മഹത്വകരമായി ദൈവസന്നിധിയിൽ തങ്ങളുടെ ഓട്ടമോടി പൂർത്തീകരിച്ച പഴയ പുതിയ നിയമ ഭക്തന്മാരെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ഉൾക്കാഴ്ച തരുമ്പോൾ തന്നെ ദുരന്തത്തിൽ പോയി അവസാനിച്ച ചിലരെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. But that was not the kind of ending God had designed or designated for those people. എന്നാൽ അവർക്ക് വേണ്ടി അങ്ങനെ ദുരന്തമായ ഒരവസാനമായിരുന്നില്ല കർത്താവ് നിർണയിച്ചത്. But it was their own choice. അത് അവരുടെ തിരഞ്ഞെടുപ്പായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് മഹത്വകരമായി നമ്മുടെ അന്ത്യം പൂർത്തീകരിക്കണമോ ദുരന്തത്തിൽ അവസാനിക്കണമോ എന്നുള്ളത് തീരുമാനം നമ്മുടെ കയ്യിലാണ്. മഹത്വകരമായ ദൗത്യം ഭൂമിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ കർത്താവിൻ്റെ നിർണയത്തിനകത്ത് നമ്മൾ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് മുന്നമേ ഒരല്പം വളരെ പവർഫുള്ളായി പ്രിയ സഹോദരൻ ജോബിൻ ജോയ് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന പറഞ്ഞു. പ്രൈസ് ഗാഡ്. അവിടെ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, സങ്കീർത്തനം 51:11. അവിടെ പറയുന്നത്, ലോർഡ് ഡു നോട്ട് കാസ്റ്റ് മീ അവേ ഫ്രം യുവർ പ്രസൻസ് and do not take your holy spirit from me. നമ്മളത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കുന്നത് പോലെയൊന്നും അല്ല ദാവീദ് ആ ഭാഗം പറയുന്നത്. നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ആ വായിക്കുന്നത് പോലെയല്ല, ഹൃദയ തകർച്ചയിൽ നിന്ന് നിലവിളിക്കുകയാണ്, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ കാരണം? ഒരു കാര്യം എന്നുള്ളത്, ഡേവിഡ് വാസ് നോട്ട് എ പൊസിഷൻ ഓറിയന്റഡ് പേഴ്സൺ. ദാവീദ് ഒരിക്കലും ഒരു സ്ഥാനമോഹിയായിരുന്നില്ല. ബട്ട് ഹി വാസ് പ്രസൻസ് ഓറിയന്റഡ്. ദൈവത്തിന്റെ സാന്നിധ്യ മോഹിയായിരുന്നു. പ്രൈസ് ഗാഡ്. In other words, he was willing to go any extent at the expense of his position in order to remain in the presence of God. സ്ഥാനം പോയാലും ശരി, കർത്താവേ, നീ എന്നെ കൈവിടലേ എന്ന പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം. Come on, praise God. Hallelujah. ലോകത്തിലെ നേതാക്കന്മാരൊക്കെ വ്യത്യസ്ത തലത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത്, they will try to safeguard their position. അവരവരുടെ സ്ഥാനത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കും. at any cost. ഒരു പക്ഷേ
തന്ത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിഗൂഢതകളിലൂടെയൊക്കെ അവരുടെ സ്ഥാനത്തെ അവർ സംരക്ഷിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തോ മറ്റേതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചോ ചില സ്ഥലത്തൊക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെ സ്ഥാനത്തെ സംരക്ഷിപ്പാൻ അവർ ശ്രമിച്ച ചരിത്രം നമ്മൾക്കറിയാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാറ്റിനേക്കാളും ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നുള്ളത് സ്ഥാനമായിരുന്നു. But David was willing to go any extent, even giving up his position, that he would not lose the presence of God. ദൈവ സാന്നിധ്യത്തിനകത്ത്, കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് നിലനിൽക്കേണ്ടതിന് ഏതറ്റം വരെ ഇനി സ്ഥാനത്ത് നിന്ന് പോയാലും ശരി, കർത്താവേ ഈ സ്ഥാനത്ത് നിന്ന് നീ എന്നെ നീക്കിയാലും ശരി, നീ എന്നെ കൈവിടല്ലേ. That was what the prayer of Moses. He refused to become confined or consoled with the presence of more than 3 million around him. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 30 ലക്ഷത്തിലധികം ജനമുണ്ടായിട്ട് പോലും അതിലൊരിക്കലും സായുജ്യമടയുവാനോ സംതൃപ്തി അടയാൻ ആഗ്രഹിക്കാതെ മോസസ് sought the Lord to be with him. താൻ പ്രാർത്ഥിച്ചത്, കർത്താവേ നീ ഞങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ല എങ്കിൽ എൻ്റെ കൂടെ എത്ര പേരുണ്ടെങ്കിലും യാത്ര വട്ടപൂജ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രയിൽ എത്ര പേര് കൂടെയുണ്ടെങ്കിലും കർത്താവില്ലെങ്കിൽ ജീവിതം വട്ടപൂജ്യമാണ്. ആര് കൂടെയില്ലെങ്കിലും കർത്താവുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും നിങ്ങളെ ജയിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അത് ദൈവത്തിന്റെ നിർണയമാണ്. പ്രൈസ് ഗോഡ്. Because there are times in the life where God will place you in a solitariness where you will have to stand all alone. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മെ കർത്താവ് ഒറ്റയ്ക്ക് നിർത്തുന്ന സാഹചര്യങ്ങളുണ്ട്. പഴയ നിയമഭക്തന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരിൽ നല്ലൊരു പങ്കും പലരും ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്. നോഹ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, മോശ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, ദാവീദ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, എലീശ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, നെഹമ്യാവ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, യോഹന്നാൻ സ്നാപകൻ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, പത്രോസ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, സ്തെഫാനോസ് ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്, യോഹന്നാൻ അപ്പോസ്തലൻ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്. Eventually when we come to the master of all heroes, praise God, സകല വീരന്മാരുടെയും ഹല്ലേലൂയ ജേതാവായ നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോഴും there was a time the son of God, he had to remain all alone. ആർക്കും അടുത്ത് വരാൻ പറ്റാതെ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട്. Being left all alone doesn't mean being forgotten of God. ഒറ്റയ്ക്ക് നിന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മെ കൈവിട്ടു എന്നല്ല. മറ്റാർക്കും മനസ്സിലാകാത്ത എന്തോ ദൈവത്തിന് നമ്മിലേക്ക് പകരുവാൻ, മറ്റാർക്കും കൈമാറാൻ പറ്റാത്ത നമ്മിലേക്ക് മാത്രം നിക്ഷേപിക്കേണ്ട ദൈവത്തിൻ്റെ തനതായ ഉദ്ദേശങ്ങളെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ ദൈവം നമ്മെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന മേഖലകളാണ്. ഞാൻ അതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. എല്ലാവരും വിട്ടുപോകുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വരുമ്പോഴും ഒരു ദൈവ പൈതൽ അതിനെ കാണുന്നത് എല്ലാവരും വിട്ടുപോകുകയല്ല, എല്ലാവരിലും ദൈവം നമ്മെ മാറ്റി കൊണ്ടുപോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് രാത്രി? പ്രൈസ് ഗാഡ്. ഞാൻ വേഗം മടങ്ങി വരട്ടെ. പ്രൈസ് ഗാഡ്. അപ്പോൾ നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രൈസ് ഗാഡ്. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം, 1 ശമൂവേൽ 16-ാം അധ്യായം, 2 അധ്യായങ്ങളും സത്യം പറഞ്ഞാൽ ദുരന്തങ്ങളുടെ അധ്യായമാണ്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോന്റെ അന്ത്യം ദുരന്തമാണെങ്കിലും അത് ഏകദേശം മഹത്വകരമാക്കി ദൈവം മാറ്റി. കാരണം അവസാന നിമിഷവും ശിംശോൻ പ്രാർത്ഥിക്കുകയാണ്, ലോർഡ് remember me one more time. ഒരു പ്രാവശ്യം കൂടി ഓർക്കണമേ. That is the righteousness of God. അത് ദൈവത്തിന്റെ നീതിയാണ്. Come on, praise God. Lord, give me one more chance. Hallelujah. ഇന്ന് രാത്രി ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയം സംഭവിച്ച് എനിക്കിനി ഒരു അവസരം ലഭിക്കുകയില്ല, എനിക്കിനി ഒരു അവസരം കിട്ടുമോ? ഹല്ലേലൂയ. എനിക്ക് എവിടെയെങ്കിലും ദൈവം ഒരു അവസരം തരുമോ? എനിക്കൊരു നല്ലൊരു ഭാവിയുണ്ടോ? Can I see a good morning in my life? Is there any more chance awaiting ahead of my life? Can I have a good future? നല്ലൊരു ഭാവി എനിക്ക് ലഭിക്കുമോ? എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ പരാജയ നിമിത്തം, വ്യക്തിപരമായ ജീവിതത്തിലെ വീഴ്ച നിമിത്തം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ജീവിതത്തിൽ വന്ന ബുദ്ധിമുട്ട് നിമിത്തമായി ഇനി എനിക്ക് ഒരിക്കലും ഒരു നല്ല ഭാവി ലഭിക്കുകയില്ല എന്ന ചിന്തയാൽ ഭാരപ്പെട്ട് ഇന്ന് രാത്രി ഈ ശബ്ദത്തിനകത്തായിരിക്കുന്നെങ്കിൽ ദൈവമക്കളെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, അവർ God is a God of second chance. നമ്മുടെ ദൈവം രണ്ടാമതും അവസരം തരുന്ന ദൈവമാണ്.
ശമൂവേൽ ബാലിനെ വിളിച്ചു. ഒന്നാമത്തെ വിളി താൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. രണ്ടാമത് വിളിച്ചു, മൂന്നാമത് വിളിച്ചു. ദൈവമാണ്, യഹോവയായ ദൈവമാണ് തന്നെ വിളിക്കുന്നതെന്ന് താൻ തിരിച്ചറിയുന്നത് വരെ, അല്ലെങ്കിൽ തനിക്ക് തിരിച്ചറിവ് ലഭിക്കുന്നത് വരെ God was consistent in calling Samuel. ദൈവം തുടർമാനമായി ശമൂവേലിനെ വിളിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആൻഡ് ഹി ഈസ് ദ സെയിം ഗോഡ് ഈവൻ ടുനൈറ്റ്. അതേ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ശിംശോൻ പ്രാർത്ഥിച്ചത്, കർത്താവേ ഒരു പ്രാവശ്യം കൂടെ എന്നെ ഓർക്കണമേ. ആൻഡ് ഗോഡ് ഡിഡ് റിമെമ്പർ ഹിം. ദൈവം തന്നെ ഓർത്തു. അതുകൊണ്ടായിരിക്കണം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അത് വിശ്വാസവീരന്മാരുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിനകത്ത് തൻ്റെ പേരും കൂടെ ചേർത്തെഴുതപ്പെടുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നാൽ മറ്റൊരു ദുരന്തം, എൻ്റെ സന്ദേശത്തേക്ക് ഞാൻ പെട്ടെന്ന് വരട്ടെ. മറ്റൊരു ദുരന്തം എന്നുള്ളത് 1 ശമൂവേൽ 16 പക്ഷെ അവിടെ Saul was not willing to relent. You don't see him being remorsed about his past. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ അപജയങ്ങളും പരാജയങ്ങളും ഓർത്ത് വിലപിക്കുവാനോ, കർത്താവേ എന്നെ രക്ഷപ്പെടുത്തണമേ, എനിക്കൊരു അവസരം കൂടി തരണമേ എന്ന് പറയാതെ he fell upon his own sword. തൻ്റെ സ്വന്തം വാളിലേക്ക് വീണു. അങ്ങനെ he had a terrible, disastrous ending. But that was not the kind of ending God had designed for them, nor for Samson even. ശൗലിന് വേണ്ടിയോ അല്ലെങ്കിൽ ശൗലിന് അങ്ങനെ ഒരു അന്ത്യമായിരുന്നില്ല ദൈവം ആഗ്രഹിച്ച്. But that was his own choice. ശിംശോനും അങ്ങനെ അന്യദേശത്ത് പോയി ജാതികളുടെ ഒരു ക്ഷേത്രത്തിനകത്ത് അവസാനിക്കുന്ന ഒരു അന്ത്യമായിരുന്നില്ല. അവരോടൊപ്പം 10,000 പേര് കൊല്ലപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ ഒരുവനായി മരിപ്പാനായിരുന്നില്ല ദൈവം തന്നെ തിരഞ്ഞെടുത്തപ്പോൾ തൻ്റെ മേലുണ്ടായിരുന്ന നിയോഗം എന്നുള്ളത്. എങ്കിലും തൻ്റെ അവസാനത്തെ കർത്താവ് ഒരു പരിധി വരെ ജയമാക്കി മാറ്റി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, God can transform our failures into victory. നമ്മുടെ ജീവിതത്തിലെ തോൽവികളെയും ജയമാക്കി മാറ്റുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കം ഓൺ, നന്നായിട്ട് ഇത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. So God expects all of us to have a glorious ending. നമ്മെല്ലാം മഹത്വകരമായി പൂർത്തീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. The glorious ending is not about the number of people who will come and give you a final farewell at the earthly graveyard. ഭൂമിയിലെ ഒരു ശവക്കോട്ടയിൽ വന്ന് 100 ആയിരക്കണക്കിന് പേര് തന്ന അവസാനം തരുന്ന യാത്രാമൊഴിയല്ല മഹത്വകരമായ അന്ത്യം എന്നുള്ളത്. It is all about the welcoming salutation you are going to receive at the heavenly courtyard. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ ലഭിക്കാൻ പോകുന്ന സ്വീകാര്യതയുടെ ഒരു സല്യൂട്ടേഷൻ ഉണ്ട്. ഇവിടുത്തെ യാത്രാമൊഴിയുടെ സല്യൂട്ടേഷൻ അല്ല, സ്വീകാര്യതയുടെ സല്യൂട്ടേഷനാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓടുന്നത് മുഴുവനും. പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ ഓടിയിട്ടും അധ്വാനിച്ചിട്ടും അവിടെ ചെല്ലുമ്പോൾ ഒരു സ്വീകാര്യത ലഭിക്കാതെ വന്ന സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അതിനായിട്ടാണ് നമ്മൾ ഓടുന്നത് മുഴുവനും. നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും വെറുതെ എന്ന് വരാതിരിപ്പാൻ, പ്രൈസ് ഗോഡ്, ചട്ടപ്രകാരം പോരാടുകയാണ്. പ്രൈസ് ഗോഡ്. 2 പ്രധാനപ്പെട്ട നിബന്ധനകൾ the Bible speaks to us about the 2 major conditions that we need to maintain in order to remain consistency in this race. ഈ ഓട്ടക്കളത്തിൽ മഹത്വകരമായി വിജയകരമായി ഈ ഓട്ടം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്തിറക്കേണ്ട, തികയ്ക്കേണ്ട, പാലിക്കേണ്ട 2 വ്യവസ്ഥകൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. ഒന്നാമത്തേത്, lay aside every weight. സകല ഭാരം ഉരിഞ്ഞു കളയുക. പ്രൈസ് ഗോഡ്. രണ്ടാമത്തേത്, every sins that easily clings on us. നമ്മിൽ മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങൾ, പാപശീലങ്ങൾ, ദുശീലങ്ങളെ ഉരിഞ്ഞു കളയുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭാരം എന്നത് പറഞ്ഞിരിക്കുന്നത് it is as dangerous as sin. പാപം പോലെ അപകടമാണ് ഭാരവും. നമ്മൾ പണ്ട് പാടാറുള്ള പാട്ടാണ്, നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി
നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുൻപിലുള്ള ലാക്കിലേക്ക് വേഗമോടിടാം. പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുൻപിലുള്ള ലാക്കിലേക്ക് വേഗമോടിടാം. ആശയിച്ച ഒക്കവേ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയ പൊരുൾ ലഭിച്ചിടും. ആശയിച്ച ഒക്കവേ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയ പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. Come on, hallelujah. നന്നായിട്ടൊന്ന് കരണ്ട് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. Come on, come on. Hallelujah. ആ ഡ്രമ്മർ കൂടെ വന്ന് ഇരുന്നാട്ടെ അവിടെ, പ്ലീസ്. കം ഓൺ, ദിസ് ഈസ് ദ മിനിസ്ട്രി, വി ആർ ഡൂയിങ് ഇറ്റ് ടുഗദർ. പ്രൈസ് ഗോഡ്. ഇദ്ദേഹത്തിന് ഒരു സഹായം കൂടി ആകും. ഡ്രമ്മ വായിക്കുന്ന ബ്രദർ അവിടെ പോയി. Hallelujah. Come on, come on. Thank you, thank you. Let's give him a big round of God bless you. Thank you so much for your kind service and sacrifice for God's kingdom. Thank you. I know you're supposed to relax, but we will let you relax after 1 hour. Come on. Hallelujah. Hallelujah. अंधेरों में तू रोशनी है, तू ही मंजिल तू रास्ता भी है. अंधेरों में तू रोशनी है, तू ही मंजिल तू रास्ता भी है. तू है जहां न कुछ कमी है, तेरा ही नाम जिंदगी. हालेलुया, 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 हालेलुया. तुम सा कोई नहीं, तुम सा कहीं नहीं. अब है पूरा यकीन, तुम सा कोई नहीं. यीशु Hallelujah. Praise God. Praise God. Praise God. Praise God. Hallelujah. രണ്ട് വ്യവസ്ഥകൾ ഈ ഓട്ടത്തിൽ നമ്മൾ പാലിക്കണം. Don't let the worries and concern and the agonies about your future run over your mind. നാളെക്കുറിച്ചുള്ള ആകുലതകൾ, നാളെക്കുറിച്ചുള്ള ചിന്തകൾ, അയ്യോ എൻ്റെ നാളെ എന്തായിത്തീരും, നാളെ എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിനകത്തേക്ക് കുടിയിരിപ്പുകാരായി ക്ഷണിക്കരുത്. Get them out. ഇന്ന് രാത്രി ഏതെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും രോഗനിർണയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടോ, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏതെങ്കിലും വിഷയങ്ങളോ, തലമുറകളെ കുറിച്ചുള്ള വിഷയങ്ങളോ, എന്തെങ്കിലും ഭാരങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിൽ കുടിയിരിപ്പുകാരായി കയറിയിട്ടുണ്ടെങ്കിൽ they can destroy your entire life. Come on. Hallelujah. തിരുവെഴുത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് സകല ഭാരങ്ങൾ, അവിടെ മൂലഭാഷയെ പറഞ്ഞിരിക്കുന്നത് കുടിയിരിപ്പുകാരെന്നാണ്. Come on.
Are there any illegal migrants in your mind? ഇന്ന് രാത്രി മനസ്സിനകത്ത് ഹല്ലേലൂയ, അതായത് ഈ ഇല്ലീഗലായി നേരായ രീതിയിലല്ലാതെ ഏതെങ്കിലും ഒളിവുകാരികൾ വന്ന് മനസ്സിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, അവയെ സ്ട്രിപ്പ് ദം ഓഫ്, അവയെ ഉരിഞ്ഞു കളയുക എന്ന് 112 സങ്കീർത്തനം പറയുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is a man who fears God and who delights in his commandment. And verse 7 says, he will not be afraid of a bad report. അവൻ ദുർവർത്തമാന നിമിത്തം പേടിക്കൽ. ഇന്ന് രാത്രി എന്തെങ്കിലും ദുർവർത്തമാനം കേട്ടിട്ട്, എന്തെങ്കിലും തെറ്റായ വാർത്ത കേട്ടിട്ട്, എന്തെങ്കിലും നെഗറ്റീവ് റിപ്പോർട്ട് കേട്ടിട്ട്, എന്തെങ്കിലും ബാഡ് റിപ്പോർട്ട് കേട്ടിട്ട്, എന്തെങ്കിലും ഇവിൾ റിപ്പോർട്ട് കേട്ടിട്ട്, whether it is the report about your physical life, whether it is the report negative bad report about your mental stability, whether it is a bad report about your hygiene or your health, or the bad report about your children or about your character, lay them aside. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും കാര്യങ്ങൾ നേരെയാവില്ല. മനസ്സിൽ നിന്ന് പുറത്താക്കിയാലേ ജയിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഈ ഭാരം വെച്ചുകൊണ്ട് ഓടാൻ പറ്റില്ല. Come on. രണ്ടാമത്തേത്, every sins that easily clings on us. ഹല്ലേലൂയ. മുറുകെ പറ്റുന്ന ദുശീലങ്ങൾ, പാപ സ്വഭാവങ്ങൾ. തിരുവെഴുത്ത് പറയാണ്, ഇത് രണ്ടും they both are highly dangerous, fatally dangerous. മരണകരമായ ഈ രണ്ടിനെയും ഉരിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി ഓട്ടം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. Now let's go back to those witnesses according to the Old Testament. പഴയ നിയമത്തിലെ ഈ സാക്ഷികളിലേക്ക് നമുക്കൊന്ന് പോകാം. 11-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിശ്വാസത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ്. വിശ്വാസത്തിന് ഒരിക്കൽ ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്: faith is a power by which the things that you desire becomes the things that exist. വിശ്വാസം എന്നത് നാം ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തോ അതിനെ യാഥാർത്ഥ്യമാക്കുന്ന ശക്തിയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ പറഞ്ഞ ശേഷം the Bible begins to reveal, so the Holy Spirit begins to speak to us through each the heroes of faith which are seen in the Old Testament. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ വിശ്വാസ വീരന്മാരെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ കുറിച്ച്, ഹാബേല് തുടങ്ങി ഓരോരുത്തരെ കുറിച്ച് പറയുകയാണ്. ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ ശേഷം ഇടയ്ക്കൊക്കെ ചെറിയൊരു എക്സോട്ടേഷൻ പോലെ പറയുകയാണ്. 14-15 വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നു. കാരണം അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ, if they were mindful about what they left behind, they would have had chance to return. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിട്ടതിനേക്കാൾ നല്ലത് മുന്നിൽ കണ്ടിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, വിട്ടതിനേക്കാൾ നല്ലത് മുന്നിൽ കാണുന്നവർക്ക് മാത്രമേ ഈ പോർക്കളത്തിൽ പിടിച്ചു നിൽപ്പാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. വിട്ടതിനേക്കാൾ നല്ലത്, വിട്ടതിനേക്കാൾ നല്ലത്. വീണ്ടും പറയട്ടെ, വിട്ടതിനേക്കാൾ നല്ലത് മുന്നിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടത്തിൽ ഓടുന്നത്. Come on, praise God. വിട്ടതിനേക്കാൾ നല്ലത് മുന്നിൽ കാണുന്നത് കൊണ്ടാണ് എത്ര കല്ലേറ് വന്നിട്ടും, എത്ര ആക്ഷേപങ്ങൾ വന്നിട്ടും, എത്ര ആക്രമണങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടും, എത്ര വൈകാരിക തലത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിട്ടും, എല്ലാം നഷ്ടപ്പെട്ടിട്ടും പിടിച്ചു നിൽക്കുന്നതിന്റെ രഹസ്യം വിട്ടതിനേക്കാൾ നല്ലത് മുന്നിൽ കണ്ടത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അവരെ കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ പെട്ടെന്ന് 32-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ഓടിക്കൊണ്ടുവരട്ടെ. When you come to verse 32, as you scroll down through chapter 11 verses 32 onwards, 31-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനം the apostle says the time would fail me to tell about the rest of them. ഇനിയുള്ളവരെ കുറിച്ച് പറയാൻ പോയാൽ സ്ഥലം പോരാ, സമയവും പോരാ. Praise God. The time and space would fail me to expound about the rest of the heroes. ഇനിയുള്ളവരെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ സമയം പോരാ, വിസ്താര ഭയത്താൽ. രത്ന ചുരുക്കമായിട്ട് പറയാണ്, ഇനി എന്തു പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് തുടങ്ങിയവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മളൊന്ന് വരികയാണ്. ഇവിടെ രത്നച്ചുരുക്കമായിട്ട് ചിലരുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞു.
എന്നിട്ട് പറയാണ് വിശ്വാസത്താൽ അവർ, ഇനി വായിച്ചാട്ടെ, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു. അടുത്തത് മറ്റു ചിലർ, മറ്റു ചിലർ. പ്രൈസ് ഗോഡ്. എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുറെ വർഷങ്ങൾക്ക് മുന്നമേ പഠിപ്പിച്ച ഒരു ഭാഗമാണിത്. പ്രൈസ് ഗോഡ്. ഇതുവരെ പറയപ്പെട്ടത് മുഴുവനും ഒരു അറിയപ്പെട്ട ഒരു ഗണമാണ്, പ്രശസ്തരാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 32-ാമത്തെ വാക്യം തുടങ്ങി 40-ാമത്തെ വാക്യം വരെയുള്ള 9 വാക്യങ്ങളെ പരിശുദ്ധാത്മാവ് 2 ഗണമായി ചിത്രീകരിക്കുകയാണ്. Now the Holy Spirit classifies the veterans of faith into 2 sects. 2 ഗണമായി ചിത്രീകരിക്കുകയാണ്. ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, ബലഹീനത ശക്തി പ്രാപിച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, മരിച്ചവർ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു എന്നിങ്ങനെ പറഞ്ഞ ശേഷം 2ാമത്തെ ഒരു ഗണത്തെ കുറിച്ച് പറയുകയാണ്, മറ്റു ചിലർ. ഇനി ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ മർദ്ദനമേറ്റു. അവിടെ പറഞ്ഞിരിക്കുന്നു, others were tortured until death because they refused to accept deliverance by accepting a ransom or by compromising. സ്ത്രീകൾ, അതായത് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന്, അതായത് മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് കൈക്കൊള്ളേണ്ടതിന്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ, ഉദ്ധാരണം, വിടുതൽ ആഗ്രഹിക്കാതെ മരണമേറ്റു. നമ്മുടെ യാക്കോബ സ്നേഹിതന്മാരൊക്കെ അവരുടെ കുർബാന മധ്യത്തിൽ പാടുന്ന ഒരു ചരണമുണ്ട്, മശിഹായെ കാണാൻ കാംക്ഷിച്ച ഒരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ട് ഉന്നത പദമേറിയെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മശിഹായ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ പീഡകൾ വന്നപ്പോൾ, വാളുകൾ വന്നപ്പോൾ അവർക്കറിയാം മരണം സുനിശ്ചയമാണ്. പക്ഷെ ആ വാളിനെ അവർ കണ്ടത് കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നുയരുവാനുള്ള ചിറകുകളായിട്ടായിരുന്നു. Come on. Hallelujah. They considered those challenges, those swords, as a wings to fly into the bosom of their master. തങ്ങളുടെ പ്രാണപ്രിയന്റെ സന്നിധിയിലേക്ക് അടുക്കുവാനുള്ള, അല്ലെങ്കിൽ എത്തുവാനുള്ള ചിറകുകളായി അവർ വാളുകളെ കണ്ടു, പ്രതികൂലങ്ങളെ കണ്ടു, പ്രയാസങ്ങളെ കണ്ടു. പ്രൈസ് ഗോഡ്. 1950-കളിൽ 60-കളിലോ ഇവിടെ കിഴക്കനേഷ്യൻ രാജ്യത്തുള്ള ഒരു രാജ്യത്ത്, ഒരു പ്രത്യേക രാജ്യ പേര് പറയുന്നില്ല, അവിടെ കമ്മ്യൂണിസം വന്ന് തേർവാഴ്ച തുടങ്ങിയ സമയം അനേകര് പീഡിപ്പിക്കപ്പെട്ടു. 62 വരെ കിഴക്കിന്റെ യെരുശലേമായിട്ട് അറിയപ്പെട്ട സ്ഥലമായിരുന്നു ആ രാജ്യം. എന്നാൽ കമ്മ്യൂണിസം വന്ന രാജ്യത്തെ മുഴുവൻ തകർത്തെറിഞ്ഞു. സുവിശേഷകന്മാരെ കൊല്ലുവാൻ തുടങ്ങി, അനേകരെ തടവറയിലിട്ടു, വിദേശത്തുള്ള മിഷണറിമാർ മുഴുവൻ നാടുകടത്താൻ തുടങ്ങി. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ഫോറിൻ മിഷണറി കപ്പിൾ, ഒരു വിദേശ മിഷണറി കുടുംബത്തെ പടയാളികൾ പൊക്കിയെടുത്തു. ഭാര്യ, ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ. ഞാൻ പറയുന്നത്, പിൻകാലത്ത് പട്ടാളത്തിൽ ഇതിന് ദൃക്സാക്ഷിയായിരുന്ന ഒരു വ്യക്തി പിൻകാലത്ത് യേശുവിനെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം പിന്നീട് ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അങ്ങനെ ഈ കുടുംബത്തെ പിടിച്ചു കൊണ്ടുവന്നു. They were given the last chance. അവസാനത്തെ സമയം കൊടുത്തു. They were not willing to deny Jesus. കർത്താവിനെ തള്ളിപ്പറയാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവസാനം the court made the final sentencing or the verdict to bury them alive in front of thousands of people. മറ്റുള്ളവരെ കൂടെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ജീവനോടെ കുഴിച്ചു മൂടുവാൻ, ഭാര്യയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ജീവനോടെ കുഴിച്ചു മൂടുവാനായിട്ട് കോടതി, അന്നത്തെ പട്ടാള കോടതി വിധി കൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചു. ആ സമയം വീണ്ടും ഇവരെ ഈ വലിയൊരു ഗർത്തത്തിലേക്ക്, കുഴിയിലേക്ക് ഇറക്കുന്നതിന് മുന്നമേ പട്ടാള മേധാവി അവസാനമായിട്ട് ചോദിച്ചു, ആർ യു വില്ലിംഗ് ടു ഡിനൈ യുവർ ഫെയ്ത്ത്?
If you deny your faith, your children, look at the face of your children, you can enjoy the future, the bright future of your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു ഭാവി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു, നോ, വി ആർ നോട്ട് വില്ലിംഗ് ടു. ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല, യേശുവിനെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നടന്ന സംഭവമാണ്. അങ്ങനെ അവസാനം ഈ ഭാര്യയും ഭർത്താവിനെയും 2 കൊച്ചു കുഞ്ഞുങ്ങളെയും കൂടെ പട്ടാളക്കാർ കുഴിയിലേക്ക് കൊണ്ടുവന്നു. അവസാനത്തെ ചാൻസ് കൊടുക്കുമ്പോഴും അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കർത്താവിനെ തള്ളിപ്പറയുകയില്ല. കുഞ്ഞുങ്ങൾ ഇത് കണ്ട് ഭയപ്പെട്ടു. പക്ഷേ ഈ ഭാര്യ സഹോദരി ഭർത്താവിനെ ബലപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, you know darlings, if we confess Jesus and die right now, our sweet daddy Jesus will receive us there. നമ്മൾ കർത്താവിനെ ഇന്ന് ഏറ്റുപറഞ്ഞ് ഇവിടെ മരിക്കുകയാണെങ്കിൽ നമ്മൾ യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ പട്ടാളക്കാര് മണ്ണുവാരി അവരുടെ മുകളിലേക്ക് ഇടുന്ന സമയത്ത് പണ്ട് ആരോ ഇംഗ്ലീഷ് മിഷണറിമാർ എഴുതിയ ഒരു ഗാനമുണ്ട്. ആ പാട്ടിന്റെ ചരണം പാടിയെന്നാണ് ആ സാക്ഷി എഴുതി വെച്ചിരിക്കുന്നത്. There's a land that is fairer than day, and by faith we can see it afar, for the Father waits over the way to prepare us a dwelling place there, in the sweet by and by we shall meet on that beautiful shore, in the sweet by and by we shall meet on that beautiful shore. As they were still singing this song, അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ഭാഷയിൽ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടാളക്കാര് മണ്ണിട്ട് മൂടുവാൻ തുടങ്ങി. You know, the persecutors, they think that when you kill so many Christians, you are annihilating the entire community. പീഡിപ്പിക്കുന്നവർ വിചാരിക്കുന്നത് കുറെ പേരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവര് ഭൂമുഖത്തുണ്ടാകില്ല എന്നാണ്. But they do not know that they are burying the seed for the next harvest. എന്നാൽ അവർക്കറിയില്ല അടുത്തൊരു കൊയ്ത്തനായിട്ടുള്ള വിത്തുകളാണ് ഈ മണ്ണിനടിയിലേക്ക് പോകുന്നത് എന്നാൽ. Come on, hallelujah. ശോഭയേറുമോർ നാടുണ്ടത്, കാണാമേ ദൂരെ വിശ്വാസത്താൽ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വിശ്വാസമുണ്ടോ? ഒന്ന് കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സൂചിച്ചു. ഹല്ലേലൂയ. കമോൺ കമോൺ, നന്നായിട്ടൊന്ന് ഉച്ചത്തിൽ വായ്കളെ തുറന്ന് കരങ്ങൾ വീശി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്ന 35-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ലൈൻ പറയാണ്, others they were tortured until death, yet they refused to accept deliverance. രക്ഷപ്പെടാനുള്ള പഴുതുകൾ മുന്നിൽ വന്നിട്ടും കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു രക്ഷപ്പെടൽ അവർ ആഗ്രഹിച്ചില്ല. How about our life tonight? Have we ever denied Jesus in our actions, in our reactions? Have we ever denied Jesus in our behavior, in our character? നമ്മുടെ സ്വഭാവം കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ, നമ്മുടെ ഈ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്, നമ്മുടെ പ്രതികരണത്തിലും അതുപോലെ പ്രതികരണത്തിലും എവിടെയെങ്കിലും നമ്മൾ കർത്താവിനെ അറിഞ്ഞോ അറിയാതെയോ തള്ളി പറയുന്ന കൂട്ടത്തിലാണോ? Let us come back to the throne of God.
ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഇവിടെ പറയുന്നത് അതിൽ തന്നെ അടുത്ത ഗണത്തെ കുറിച്ച് പറയുകയാണ്. എന്നാൽ വേറെ ചിലർ, വായിക്കാം, പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. They were wanted about him with the sheepskin and goatskin. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും അവർ ഉഴന്നു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇത് പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇത് ദൃഷ്ടാന്തമാണ്. എത്ര ശ്രദ്ധേയമാണ് പുതിയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ പഠിക്കുമ്പോൾ. പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ 2 ഗണത്തെ കുറിച്ച് അവിടെ പറയുന്നത്. ഒന്നാമത്തെ ഗണത്തിൽ പേരുകൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പറയുകയാണ്. രണ്ടാമത്തെ കൂട്ടർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഒന്നാമത്തെ കൂട്ടർ രാജ്യങ്ങളെ അടക്കി എന്നാണ്, അല്ലേ? By faith they conquered the nation. രാജ്യങ്ങളെ അടക്കി. പക്ഷെ രണ്ടാമത്തെ കൂട്ടർ രാജ്യം നഷ്ടപ്പെട്ടവരാണ്. വീണ്ടും പറയട്ടെ, ഒന്നാമത്തെ ഗണം രാജ്യങ്ങളെ പിടിച്ചടക്കിയവരാണ്. രണ്ടാമത്തെ ഗണം രാജ്യം നഷ്ടപ്പെട്ടവരാണ്. ഒന്നാമത്തെ ഗണം നീതി നടത്തിയവരാണ്. രണ്ടാമത്തെ ഗണം നീതി നിഷേധിക്കപ്പെട്ടവരാണ്. ഒന്നാമത്തെ ഗണം വാളിന്റെ വായ്ക്ക് തെറ്റിയവരാണ്. രണ്ടാമത്തെ ഗണം വാളാലും ഈർച്ചവാളാലും അറുക്കപ്പെട്ട് തീർന്നവരാണ്. ഒന്നാമത്തെ ഗണം തീയുടെ ബലം കെടുത്തിയവരാണ്. രണ്ടാമത്തെ ഗണം അഗ്നിക്ക് ഇരയായി തീർന്നവരാണ്. ഒന്നാമത്തെ ഗണം യുദ്ധത്തിൽ ജയാളികളാണ്, വീരന്മാരാണ്. രണ്ടാമത്തെ ഗണം യുദ്ധത്തിൽ തോറ്റുപോയതാ. യുദ്ധത്തിൽ തോറ്റു എന്നതിന്റെ കാരണം വിശ്വാസത്തിൽ തോൽക്കാതിരിപ്പാൻ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ഗോഡ്. ചിലര് വിശ്വാസത്തിൽ തോൽക്കാതിരിപ്പാൻ ചില തോൽവികൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാ തോൽവിയും തോൽവിയായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. ചില നഷ്ടങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിപ്പാൻ, ചില തോൽവികൾ വിശ്വാസത്തിൽ തോൽക്കാതിരിപ്പാൻ, ചില ബുദ്ധിമുട്ടുകൾ വിശ്വാസത്തിൽ തോൽക്കാതിരിപ്പാൻ നാം അത് ലാഭം എന്ന് എണ്ണി ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു കൂട്ടര് ഒന്നാമത്തെ ഗണം യുദ്ധത്തിൽ ജയാളികളായപ്പോൾ രണ്ടാമത്തെ ഗണം യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി. പക്ഷെ വിശ്വാസത്തിൽ തോറ്റില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അതിന്റെ അർത്ഥം വിശ്വാസ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന 2 തരം പ്രതികൂല സാഹചര്യം, 2 തരം അനുഭവങ്ങളുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഗണം ഉയർച്ചയിലേക്ക് പോയവരാ, ജയത്തിൽ നിന്നും ജയത്തിലേക്ക് പോയവരാ. രണ്ടാമത്തെ ഗണം താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോയവരാ. ഒന്നാമത്തെ ഗണം ഉയർച്ചയിലേക്ക് പോയവരാ, ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോയവരാ. എല്ലാ മേഖലകളിലും ജയമായിരുന്നു അവരുടെ അവസാനം. രണ്ടാമത്തെ മേഖലയിൽ രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അവർ നേരിട്ടത് തിരിച്ചടികളായിരുന്നു, പരാജയമായിരുന്നു, തോൽവിയായിരുന്നു, നഷ്ടമായിരുന്നു, പീഡയായിരുന്നു, വാളായിരുന്നു, അഗ്നിയായിരുന്നു, തീക്കുണ്ടമായിരുന്നു, പ്രൈസ് ഗോഡ്, തടവറയായിരുന്നു. പക്ഷെ 2 കൂട്ടരെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നതിന്റെ കാരണം, ഒന്നാമത്തെ കൂട്ടർ ഉയരത്തിലേക്ക് പോയി, നല്ല ഭവനമുണ്ടായിരുന്നു, കൊട്ടാരങ്ങളിൽ പാർത്തവരായിരുന്നു, നല്ല ഭവനമുണ്ടായിരുന്നു, നല്ല കൊട്ടാരങ്ങളിൽ ജീവിച്ചവരായിരുന്നു. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലായിരുന്നു, ഭൂമിയിൽ ഉഴന്ന് നടന്നവരായിരുന്നു. They are classified as the sojourners or the wanderers, as pilgrims in this earth. ഭൂമിയിലെ പ്രൈസ് ഗോഡ് പരദേശികളായിട്ടായിരുന്നു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ, നൂതനമായ ഭാഷയെ പറഞ്ഞാൽ, നാടോടികളെ പോലെ എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി സ്വന്തം ദേശം നഷ്ടപ്പെട്ട് പലായനം ചെയ്യപ്പെട്ടവരായിരുന്നു. ഒന്നാമത്തെ കൂട്ടർ ഉയരത്തിലേക്ക് പോയി. അതിന്റെ അർത്ഥം ഉയരത്തിലേക്ക് പോകും തോറും നമ്മൾ മനസ്സിലാക്കണം, ഉയരത്തിലേക്ക് പോയി എന്നതിന്റെ അർത്ഥം വിശ്വാസത്തിൽ ജീവിക്കാൻ എളുപ്പമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഉയരത്തിലേക്ക് പോയവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ ഉന്നതിയിലേക്ക് എത്തിയവരോട് ചോദിച്ചാൽ അവർ പറയും, എത്ര വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ വിശ്വാസത്തിൽ പിടിച്ചു നിൽപ്പാൻ. പ്രൈസ് ഗോഡ്. The higher you go in the life, the greater are the possibilities to either deny God or to become doubtful of God, or to deny God. ദൈവത്തെ മറക്കാൻ സാധ്യത കൂടിയ മേഖലകളാണ് ഉയരങ്ങളിലേക്ക് പോകും തോറും.
അങ്ങനെ ആ ബന്ധങ്ങൾ മുഴുവനും, പല ബന്ധങ്ങളിലും വിശ്വാസം മറച്ചു വെക്കേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷെ താഴ്ചയിലേക്ക് പോകും തോറും, the lower you go in the life, the greater are the possibilities to become doubtful of why God, why in my life. താഴ്ചയിലേക്ക് പോകും തോറും ദൈവത്തെ സംശയിപ്പാൻ സാധ്യത കൂടിയ മേഖലയാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു? ഞാൻ എൻ്റെ മിക്കവാറും സന്ദേശത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. യോബ് പറയുന്നത് 30-ാം അധ്യായത്തിൽ, have I not visited those who were in needs? Have I not supported those who were in needs? Have I not comforted those who were in grief? ഞെരുക്കത്തിലിരിക്കുന്നവരെ പോയി ഞാൻ എത്രയോ സഹായിച്ചു. കഷ്ടത്തിലിരിക്കുന്നവരെ പോയി ഞാൻ കണ്ടിട്ടില്ലയോ? ആവേശത്തിരിക്കുന്നവരെ പോയി ഞാൻ സന്ദർശിച്ചിട്ടില്ലയോ? ഇതൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാലം വരുമെന്നായിരുന്നു. നന്മയ്ക്കായി കാത്തിരുന്നു, തിന്മയത്രേ വന്നു വീണത്. വെളിച്ചത്തിനായി കാത്തിരുന്നു, ഇരുളത്രേ വന്നു വീണത്. വൈ ഗോഡ്, വൈ? എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഉയർച്ചയിലേക്ക് പോകും തോറും ദൈവത്തെ മറക്കാൻ സാധ്യത കൂടിയ മേഖലയാണെങ്കിൽ, താഴ്ചയിലേക്ക് പോകും തോറും ദൈവത്തെ സംശയിപ്പാൻ സാധ്യത കൂടിയ മേഖലയാണ്. പക്ഷേ ഈ പറയപ്പെട്ട വിശുദ്ധന്മാര്, രണ്ടാമത്തെ ഗണത്തിൽ പേരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്കറിയില്ല അവരാരാണെന്ന്, കർത്താവിന് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ അവരാരും ദൈവത്തെ never turned their back to God. ഒരിക്കലും കർത്താവിന് പുറം കാട്ടി നിന്നില്ല. എത്ര ഉയർച്ച ജീവിതത്തിൽ വന്നിട്ടും ഒരൊറ്റ പ്രാവശ്യം പോലും കർത്താവിനെ തള്ളി പറഞ്ഞില്ല. അവിടെ ഭക്തന്മാർ പറയുന്നത്, who are my Lord and my family that you should consider. ഉയരങ്ങളിലേക്ക് പോയ ഒരു ഭക്തൻ പറയാ, കർത്താവേ എന്നെ ഓർക്കുവാനും എൻ്റെ കുടുംബത്തെ ഓർക്കുവാനും തക്കോണം ഞാൻ എന്തുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തെ കൂട്ട് ദൈവത്തെ മറക്കാൻ സാധ്യത കൂടിയ, ദൈവത്തെ തള്ളി പറയാൻ അല്ലെങ്കിൽ ദൈവത്തെ സംശയിപ്പാൻ സാധ്യത കൂടിയ സാഹചര്യം, കൊടിയ പീഡയിലൂടെ കടന്നു പോയിട്ടും yet they never deny God. ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഇനി ഇവരെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് ഈ പഴയ നിയമ വിശുദ്ധന്മാരെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, ആകയാൽ സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാമും എന്ത് ചെയ്യണം? ഓടിക്കൊള്ളുക. Come on, praise God. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ തട്ടിപ്പോയെന്നെ. അല്ല, പ്രൈസ് ഗോഡ്. അവനവൻ എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം തൻ്റെ കൃപ കൊടുത്ത് നിലനിർത്തുന്ന ദൈവമാണ്. അതിൻ്റെ അർത്ഥമാണ് ദൈവകൃപ. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് നോക്കുവാനായിട്ട് ഉത്തമ ദൃഷ്ടാന്തമായി, മാതൃകയായി പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ ദൈവപുത്രനായ യേശുവിനെ വരച്ച് കാണിക്കുകയാണ്. ഞാനൊരു 4-5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ഇവരെ കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ് എങ്ങനെ ഓടണമെന്നാണ്. Now how did Jesus run the race on this earth, on his earthly ministry? കർത്താവിൻ്റെ ഐക്യ ശുശ്രൂഷയിൽ കർത്താവ് എങ്ങനെയാണ് തൻ്റെ ഓട്ടം ഓടിയത്? അവിടെ പറയുകയാണ്, let us look unto Jesus who is the author and the perfecter of faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കി ഓടാനാണ്. ഈ സാക്ഷികളൊക്കെ കാണുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നത് അവരിലേക്കല്ല നോക്കേണ്ടത് യേശുവിലേക്കായിരിക്കണം. Praise God. Now how did Jesus run his race on his earthly ministry? തന്റെ ഐക്യ ശുശ്രൂഷയിൽ കർത്താവ് എങ്ങനെയാണ് തന്റെ ഓട്ടം ഓടിയത്? തിരുവെഴുത്ത് പറയുന്നത്, for the joy that was set before him he endured the cross, despising its shame, and has sat down at the right hand of the throne of God. നമ്മുടെ കർത്താവ് തന്റെ ദൗത്യം ഭൂമിയിൽ പൂർത്തീകരിച്ചതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രൈസ് ഗോഡ്. അപ്പൊ തന്റെ നോട്ടം മുഴുവൻ എന്തിലേക്കായിരുന്നു? അന്നുവരെ ലോകം കാണാത്ത ഒരു സംഭവം ലോകത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഓട്ടത്തിൽ നമ്മോട് പറയുന്നത് കർത്താവിലേക്ക് നോക്കുവാൻ. കർത്താവ് നോക്കിയത് ആരെ കണ്ടിട്ടായിരുന്നു? പ്രൈസ് ഗോഡ്. ലോകത്തിൽ അന്ന് വരെ വെളിപ്പെടാത്ത ദൈവസഭയുടെ പിറവിയെ കണ്ടിട്ട് അവൻ ഓടുകയാണ്. പ്രൈസ് ഗോഡ്. ഇനി കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവിന് അറിയാമായിരുന്നു തന്റെ മുന്നിൽ ഒരു ക്രൂശ് ഉണ്ടെന്ന്. പ്രൈസ് ഗോഡ്. Cross was not something unexpectedly Jesus had encountered in his ministry. He knew that there is a cross awaiting for him. തനിക്കറിയാമായിരുന്നു തൻ്റെ മുമ്പിൽ ക്രൂശ് ഉണ്ടെന്നുള്ളത്.
None of the disciples could recognize that Jesus was walking towards the cross. കൂടെയുള്ള ശിഷ്യന്മാർ ആരും അറിഞ്ഞില്ല കർത്താവ് യാത്ര ചെയ്തത് ക്രൂശിലേക്ക് നോക്കിയാണെന്ന്. ഇനി കർത്താവിൻ്റെ ജീവിതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുകരണീയമായി ഇവിടെ പഠിക്കേണ്ടത്. കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തൻ്റെ യാത്രയിൽ തനിക്കറിയാമായി തൻ്റെ മുന്നിൽ ക്രൂശ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ക്രൂശിൻ്റെ വ്യഥയും ക്രൂശിൻ്റെ നിന്ദയും ക്രൂശിൻ്റെ അപമാനവും ക്രൂശിങ്കിൽ ഒറ്റപ്പെടലും ക്രൂശിൻ്റെ കൊടും ക്രൂരതയും എല്ലാം അറിഞ്ഞിട്ടും ക്രൂശിങ്കിലേക്കുള്ള പാന്താവിൽ നിന്നും ഒരു പ്രാവശ്യം പോലും കർത്താവ് മാറി സഞ്ചരിച്ചില്ല. ഇത്ര കൃത്യതയോടെ തൻ്റെ മുന്നിൽ വെച്ചിരുന്ന ലക്ഷ്യപ്രാപ്തിയിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ, ഒരു പ്രാവശ്യം പോലും വ്യതിചലിക്കാതെ അത്ര കൃത്യതയോടെ അത് നിവർത്തിച്ച ഒരുവന്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ആരാധ്യനായ യേശുവിന്റെ പാദമാണ്. യേശുവിനെ പോലെ ആരും ലോകത്തിൽ ജനിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ലോകത്തിൽ ജീവിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ലോകത്തിൽ മരിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും അക്ഷയനായി അജയനായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിനെ പോലെ ആരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും രാജാതി രാജാവും കർത്താവുമായി വാഴുന്നവനുമില്ല. യേശുവിനെ പോലെ ഇനി മടങ്ങി വരാൻ പോകുന്നവനും വേറെ ആരുമില്ല. യേശുവിന് പകരം യേശു മാത്രമാണ്. പ്രൈസ് ഗോഡ്. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന സ്ഥലമാണ്. ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനിക്കുന്ന സ്ഥലമാണ്. നാളെക്കുറിച്ചുള്ള ചിന്തകൾ മുഴുവനും അവസാനിക്കുന്ന സ്ഥലം. നാളെക്കുറിച്ചുള്ള മെനഞ്ഞ സ്വപ്നങ്ങൾ മുഴുവനും അസ്തമിക്കുന്ന സ്ഥലമാണ് ക്രൂശ്. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഇറ്റ്സ് എ ഫൈനൽ ഡെഡ് എൻഡ് ഓഫ് ലൈഫ്. ക്രൂശിലേക്ക് പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അതേ സ്ഥാനത്തേക്ക് ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശു മശിഹ ഉയർത്തപ്പെട്ടപ്പോൾ അന്നു വരെയുള്ള ക്രൂശിന്റെ ചരിത്രം മാറ്റിക്കുറിക്കപ്പെട്ടു. അന്നുവരെ ക്രൂശ് അറിയപ്പെട്ടത് നിന്ദയുടെ അടയാളമായിട്ടാണ്, ശാപത്തിന്റെ അടയാളമായിട്ടാണ്, അപമാനത്തിന്റെ അടയാളമായിട്ടാണ്, ഒറ്റപ്പെടലിന്റെ അടയാളമായിട്ടാണ്, പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കുന്നതിന്റെ അടയാളമായിട്ടാണ്, ഏകാന്തതയുടെ അടയാളമാണ്. ഗോൽഗോഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന സ്ഥലമാണ്, ശോകമുഖമായ സ്ഥലം, നിലവിളി മാത്രം കേൾക്കുന്ന സ്ഥലം, ക്രൂശി കിടക്കുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്ന സ്ഥലം, ശപിക്കുന്ന സ്ഥലമാണ്. അതേ സ്ഥാനത്തേക്ക് ദൈവപുത്രനായ യേശു കർത്താവ് ഉയർത്തപ്പെട്ടപ്പോൾ അന്ന് വരെയുള്ള ക്രൂശിന്റെ ചരിത്രം മാറ്റി തിരുത്തി കുറിക്കപ്പെട്ടു. തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ ലോകം അതുവരെ കാണാത്ത പുതിയൊരു വഴി ലോകത്തിന് വെളിപ്പെടുത്തി. ആ വഴിയില ഇന്ന് രാത്രി ഞാൻ നിങ്ങളും സഞ്ചരിക്കുന്നത്. അനുഗമിപ്പാൻ യോഗ്യൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എബ്രായർ 12:3, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച കർത്താവിനെ ധ്യാനിപ്പിൻ. യേശുവിനെ ധ്യാനിക്കുന്നത് പോലെ ഒരു ധ്യാനം ലോകത്തിലില്ല. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ആഗ്രഹമാക്കാം. ഹല്ലേലൂയ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരുമാപത്തിൽ നൽതുണ താൻ, പേരും താപത്തിൽ നൽ തണൽ താൻ. വരുമാപത്തിൽ നൽതുണ താൻ, പേരും താപത്തിൽ നൽ തണൽ താൻ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതൂ
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ രാത്രി കർത്താവെ അങ്ങയുടെ വചനം കേട്ടവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് രാത്രി അവിടുത്തെ അത്ഭുതകരം വിടിവിക്കണമേ. അവിടുത്തെ മോശയുടെ തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കരത്തിലേക്ക് ചെല്ലുമാറായപ്പോൾ ചെങ്കടൽ വഴിമാറി കൊടുത്തതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതകരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ആണി പഴുതേറ്റ കരം ഇന്ന് രാത്രി കർത്താവെ വ്യധ്യാനിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ, മുറിവേറ്റവരുടെ ജീവിതത്തിൽ, ശരീരത്തിൽ രോഗികളായ ജീവിതത്തിൽ ഇന്ന് രാത്രി അവിടുത്തെ മഹത്വമുള്ള കരം, അവിടുത്തെ ആണി പഴുതേറ്റ കരം അവിടുന്ന് നീട്ടപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ പൈശാചിക കോട്ടകൾ, ആഭിചാര കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. Thank you Jesus. Thank you Lord. Thank you Lord. ഹൃദയത്തിൽ കർത്താവെ ഭാരങ്ങളായി വന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മനോവ്യഥയാൽ ഭാരപ്പെടുന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, മനസ്സിൽ വ്യാകുലപ്പെട്ടു വന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനോടെ കടന്നു വന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആങ്ഷൈറ്റിയിൽ കടന്നു വന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി let the name of Jesus, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ we release them from the bondage of depression. We cancel the spirit of suicide. എല്ലാ ഹല്ലേലൂയ ആത്മഹത്യാ പ്രവണതയുടെ ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. We cancel the spirit of fear and intimidity. Praise God. ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ the spirit of timidity, ഭീരുത്വത്തിന്റെ ആത്മാവ്, ഭയത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അത്ഭുതകരമായി വിടുതൽ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. Thank you Jesus. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതായി നന്ദി അപ്പ, നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.